ഹായ് ഫ്രണ്ട്സ്, അന്നത്തെ റെസിപ്പി നല്ലൊരു സ്നാക്കാണ് പാൽപ്പത്തിരി. നമ്മളെ വീട്ടിൽ മുട്ടയും പാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സോഫ്റ്റായിട്ടുള്ള ഈ പാൽപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ആക്കി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ ഇത്. അപ്പോൾ ഇതാ അടിച്ചെടുത്ത മാവ് ഞാൻ ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്, ഒരുപാടങ്ങ് ലൂസായി പോവരുത്. ഇത് ഓരോ ദോശകളായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണേ. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. ഈ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊരു അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചിട്ടൊന്ന് വറുത്ത് കോരാട്ടോ. ഈ ബൗളിലേക്ക് ഒരു 4 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. 1/4 കപ്പ് പഞ്ചസാര നോർമൽ മധുരമായിരിക്കും, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കണം. പിന്നെ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ദോശകളും ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു 14 ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു കേക്ക് ടിൻ എടുക്കുക. കേക്ക് ടിൻ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രങ്ങൾ എടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു നെയ്യ് തടവി കൊടുക്കണം അടിയിൽ. ആദ്യം ഒരു ദോശ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ചൊരു മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അടുത്ത ലെയർ ദോശ വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കട്ടെ. ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പോവട്ടോ. ഇടയ്ക്ക് കുറച്ചൊരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 45 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ 45 മിനിറ്റ് ആയിട്ടുണ്ടെന്ന് തുറന്ന് നോക്കട്ടോ. ഇതൊന്ന് വെന്തിക്കണമെന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് ചൂടാറിയിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. കണ്ടില്ല, നല്ല ലെയറോട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.